ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ്. ഭൗഭേരത തവേ ഏവ ഹവന്ന് തവേ തഥാമ്യ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഓരോ സൂചകവും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ധേതനാഥബ്ധ കവധന ധാഥപധാഥ ജവധേപം ധവധതച്ചാണ്. ഈ അവലോകനം ജൂലൈ 11, 2025 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുഡവണവേണ കമ്പനി ധേതനാഥവ്യ പവധവ ധധവധാഥ ഉപവിഭാഗത്തിൽപ്പെടുന്നു. അവധോധഹൃദയം ഇലക്ട്രോണിക്സ് 44 സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ്: 10.9. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 3.9 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ സ്കോറിനെതിരെ 9 ധധനഹമ്യ പവഹ ധധോധമ്മ. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഭേദനഹവ്യ കവമ ധധവധവ വധത ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ധേതനഹവ്യ പവമ ധധവധമധ വടച്ച മൈനസിന്റെ മാറ്റം കാണിച്ചു. 19.3%. 27.7% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം ധേതനധവ്യ പവവ ധധവചമധ $233.78 ബില്യൺ. 2451 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം 1.5 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം 57.86 ബില്യൺ ആണ്. കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $369 ബില്യൺ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ധേതനവേ പവവ ധധവജാഥ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം 9.53% പുസ്തക മൂല്യം 15.688%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $4.63 ബില്യൺ കടബാധ്യതയുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 8%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കമ്പനിയുടെ വിപണി വിലയും ലാഭവും തമ്മിലുള്ള ബാലൻസ് 105 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 372.9 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $2,227 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $9,414 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 8.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 10.5 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $27.75 ബില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $48.94 ബില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 8%. ഉപവിഭാഗത്തിൽ ശരാശരി 2.8%.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 6.09%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 58% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $8,348,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $5,294,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $79.5 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $14.2. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് $991,000 ആണ്. ഉപവിഭാഗം $504,000. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും സ്കോർ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 2.6%. ഉപവിഭാഗത്തിന് ശരാശരി 1.9%. സൂചകം ലധവ 14 കമ്പനിക്ക് 69% ലെവൽ കാണിക്കുന്നു. ദേധനകബ്ജ പവവ ധതോധന്ത. ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 65%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $144 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $137 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഈ സീസണിലെ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു നമണമ്യാവോ. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തിന്റെ ഫലമായി ധേധനഹവ്യ പവഹവ ധതോധന സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണനഭേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരു തഥനമയ.